ഇന്ത്യൻ പൗരന്മാരല്ലാത്ത 80,000 മുസ്ലിം വോട്ടർമാർ ബീഹാർ വോട്ടർ പട്ടികയിൽ. ഇവരുടെ പേരുകൾ ഉടനടി നീക്കണം എന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. ഇന്ത്യൻ പൗരരല്ല എന്നും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ട് പട്നയിലെ BJP സംസ്ഥാന ആസ്ഥാനത്ത് നിന്നും സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് ഔദ്യോഗിക കത്തയച്ചിട്ടുണ്ടെന്നും വിവരങ്ങൾ. അതേസമയം ബീഹാറിലെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. തീവ്ര പരിഷ്കരണത്തിന് ശേഷമുള്ള വോട്ടർ പട്ടികയാണ് ഇന്ന് പ്രസിദ്ധീകരിക്കുന്നത്. കഴിഞ്ഞ മാസം പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ നിന്ന് 65 ലക്ഷം പേരുകളാണ് കമ്മീഷൻ വെട്ടിമാറ്റിയത് എന്നാണ് വിവരങ്ങൾ. വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണത്തിനെതിരെ വ്യാപക പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് അന്തിമ വോട്ടർ പട്ടിക പുറത്തിറക്കുന്നത്. നവംബർ 22-ന് നിയമസഭയുടെ കാലാവധി കഴിയുന്ന പശ്ചാത്തലത്തിൽ വോട്ടെടുപ്പ് തീയതി ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് സൂചനകൾ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗണേഷ് കുമാർ അടുത്ത മാസം ആദ്യ ആഴ്ച ബീഹാർ സന്ദർശിക്കുമെന്നും വിവരങ്ങളുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ച 7,23 ലക്ഷത്തോളം വോട്ടർമാരുടെ അപേക്ഷകളിൽ 35 ലക്ഷം വോട്ടർമാരെ അനധികൃത കുടിയേറ്റക്കാർ എന്ന പേരിലാണ് പുറത്താക്കിയിരിക്കുന്നത്. SIR-മായി ബന്ധപ്പെട്ട ഹർജികൾ 7-ാം തീയതിയാണ് സുപ്രീം കോടതി തുടർവാദം കേൾക്കുന്നത്. ധാക്കയിലെ BJP MLA പവൻകുമാർ ജയ്സ്വാളിന്റെ പേഴ്സണൽ സ്റ്റാഫിന്റെ പേരിലും പട്നയിലെ BJPയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിലുമാണ് വോട്ട് വെട്ടാൻ അപേക്ഷ നൽകിയത് എന്നാണ് റിപ്പോർട്ടുകൾ. 78,000-ത്തിലധികം മുസ്ലിം വോട്ടർമാർ ഇന്ത്യൻ പൗരന്മാരല്ല എന്ന് ആരോപിച്ചാണ് വോട്ട് വെട്ടാൻ അപേക്ഷ നൽകിയിരിക്കുന്നത്. വോട്ടുകൾ കൂട്ടത്തോടെ വെട്ടാൻ നൽകിയ അപേക്ഷ സ്വീകരിക്കാൻ സാധിക്കില്ല എന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ജില്ലാ ഓഫീസർ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്നിവർക്കാണ് അപേക്ഷ നൽകിയത്. ധാക്ക നിയോജക മണ്ഡലത്തിൽ മുസ്ലിം വോട്ടർമാരെ കൂട്ടത്തോടെ ഇല്ലാതാക്കാനും ഒറ്റപ്പെടുത്താനുമുള്ള ആസൂത്രിതവും ലക്ഷ്യബോധത്തോടെയുമുള്ള ശ്രമമാണിത്. തെറ്റായ വിവരങ്ങൾ നൽകി വോട്ടർ പട്ടികയിൽ കൃത്രിമത്വം കാണിക്കുന്നത് കുറ്റകരമാണ്. എന്നാൽ ധാക്കയിലെ പൗരന്മാരുടെ അവകാശങ്ങൾ ലംഘിക്കുന്ന ശ്രമത്തിനെതിരെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഒക്ടോബർ 1-നാണ് അന്തിമ വോട്ടർ പട്ടിക പുറത്തിറങ്ങുന്നത്. റിപ്പോർട്ടിനെ കുറിച്ച് പവൻ ജയ്സ്വാൾ പ്രതികരിച്ചില്ല. എന്നാൽ പ്രതിപക്ഷമായ RJD 40,000 ഹിന്ദു വോട്ടുകൾ നീക്കം ചെയ്യാൻ ശ്രമിച്ചതായി അദ്ദേഹം ആരോപിച്ചു. പക്ഷേ MLA തെളിവ് നൽകാൻ നിരസിച്ചുവെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. സംഭവത്തെക്കുറിച്ച് അറിഞ്ഞ പ്രദേശവാസികൾ ആശങ്കകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. BJP നീക്കം ചെയ്യാൻ ശ്രമിച്ച പട്ടികയിൽ അധ്യാപകർ, ബൂത്ത് ലെവൽ ഉദ്യോഗസ്ഥർ, പുതുതായി രജിസ്റ്റർ ചെയ്ത വോട്ടർമാർ തുടങ്ങിയവരും ഉൾപ്പെടുന്നുണ്ട്. ഇന്ത്യൻ പൗരരല്ലെന്നും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ട് പട്നയിലെ BJP സംസ്ഥാന ആസ്ഥാനത്ത് നിന്നും സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് ഔദ്യോഗിക കത്തയച്ചെന്നും റിപ്പോർട്ടിലുണ്ട്. ധാക്കയിലെ BJPയുടെ ബൂത്ത് ലെവൽ ഏജന്റും മണ്ഡലത്തിലെ BJP MLA പവൻകുമാർ ജയ്സ്വാളിന്റെ പേഴ്സണൽ അസിസ്റ്റന്റുമായ ധീരജ് കുമാറാണ് ശ്രമം നടത്തിയത് എന്നാണ് റിപ്പോർട്ടിലെ ആരോപണം. സമഗ്ര തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി കരട് പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം ആക്ഷേപങ്ങൾ അറിയിക്കാനുള്ള സമയപരിധിയിലാണ് മുസ്ലിം വോട്ടർമാരെ നീക്കം ചെയ്യാനുള്ള നിവേദനങ്ങൾ ജില്ലാ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് നൽകിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ആക്ഷേപങ്ങൾ സമർപ്പിക്കേണ്ട അവസാന ദിനമായ ഓഗസ്റ്റ് 31-ന് ധാക്കയിലെ വോട്ടർ പട്ടികയിൽ നിന്ന് 78,384 മുസ്ലിം വോട്ടർമാരെ നീക്കം ചെയ്യണമെന്ന് ധീരജ് കുമാർ ഒപ്പിട്ട് കത്തയച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നു. BJP സംസ്ഥാന ആസ്ഥാനത്തെ ഔദ്യോഗിക ലെറ്റർ പാഡിലാണ് കത്ത്. 2020-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെ പോൾ ചെയ്ത 2.8 ലക്ഷം വോട്ടുകളിൽ 10,114 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് BJP ഡാക്ക സീറ്റ് RJD-യിൽ നിന്ന് പിടിച്ചെടുത്തത്. ന്യൂസ് ഡെസ്ക് കർബാൻസ്.